ഗൈസ്, അപ്പോൾ ഇനി നമ്മുടെ റമദാൻ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 3 മണി ആവാറായിട്ടോ. നമ്മൾ ഇടയത്താഴം കഴിക്കുന്നതിന് മുന്നത്തുള്ള സമയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എന്ന് പറയുന്നത് രാത്രിയാണ് കേട്ടോ. രാത്രി എന്ന് പറയുന്നത് രാവിലെയാണ്. ഇങ്ങനെ ഷോപ്പ് അടയ്ക്കുന്നത് രാത്രി 2 മണിക്കാണ് കേട്ടോ. റമദാൻ ആകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ ഷോപ്പിൽ പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ കേട്ടോ. കോഴി നിറയ്ക്കുന്നതാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഉള്ളി അരിയാണ്. അപ്പോൾ ഉള്ളി അരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ചിക്കനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ മസാലപ്പൊടി, പിന്നെ കുറച്ച് തൈര്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മസാല നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാനാണ്. നമ്മൾ ചിക്കനെ തൊലിയൊക്കെ മാറ്റിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് വരഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മസാലയൊക്കെ ആ വരയ്ക്ക് ഉള്ളിലേക്കും അതുപോലെ തന്നെ അകത്തെ കോഴിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 കോഴിനെയും ഈ മസാല വെച്ച് നന്നായിട്ട് തേച്ച് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 2 കോഴിനെയും നന്നായിട്ട് കവർ ചെയ്ത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ ചിക്കൻ്റെ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലേക്ക് അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പം മസാല ആക്കാൻ വേണ്ടിയിട്ട്, അതായത് കോഴിക്ക് ഉള്ളിൽ മസാല ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ചെറുതായിട്ട് ഉള്ളി അരിഞ്ഞതും, ഇനി അല്ലാണ്ട് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞതുമാണ് കേട്ടോ ഉള്ളി. അപ്പോൾ നമ്മളിത് രണ്ടും ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ നമ്മളുടെ ഉച്ചക്കത്തെ പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇത്. നമ്മളിത് എയർ ഫ്രയറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 2 കോഴീനെയും നമ്മൾ എയർ ഫ്രയറിൽ വെക്കുന്നുണ്ട്. എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തിരിച്ചും മറിച്ചിട്ട് വന്നിട്ട് മൊരിച്ചെടുത്താൽ മതിയാവും. 15 മിനിറ്റ് നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ ആണ് ഇതുപോലെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ ആണ് ഇതുപോലാണ് കേട്ടോ കിട്ടിയത്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ്റെ ഉള്ളിൽ വെക്കുന്ന മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണിത്. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ പച്ചമുളക്, മല്ലിയില, പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പുഴുങ്ങിയ മുട്ടയും കൂടി വേണം കേട്ടോ. കോഴീൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയ മുട്ടയും കൂടി വേണം. അപ്പോൾ ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഴീൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേറെ പൊടികളും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ കോഴിക്കുട്ടൻ്റെ വയറിനുള്ളിൽ നമുക്ക് നിറയ്ക്കണം. അപ്പോൾ നമ്മുടെ ഈ മസാല നമ്മൾ കോഴീൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ 2 മുട്ടയൊന്നും വയറിനുള്ളിൽ വെക്കാൻ പറ്റിയില്ല. 1 മുട്ട മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 1 മുട്ടയും മസാലയും നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു നൂല് കൊണ്ട് നമ്മളൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ സ്പെഷ്യൽ മസാല. ഇതിനൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, ചെറിയ ജീരകം, മല്ലിയില, പിന്നെ കുറച്ച് തേങ്ങ ചിരക്കിയതും കൂടി വേണം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മളിത് അരച്ചെടുക്കുന്നതിന് സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മളിത് അരയ്ക്കുന്നത് പുളിവെള്ളത്തിലാണ്. അതായത് നമ്മൾ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുക്കുക, അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോഴീനെ മുക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിൽ എണ്ണ വയ്ക്കുക. എന്നിട്ട് കുറച്ച് നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സൈസ് തക്കാളി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. കളറൊക്കെ മാറി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഏത്തക്കാപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി, കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പഞ്ചസാര, പിന്നെ നമ്മുടെ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുത്ത് ആ ബാറ്റർ അവിടെ മാറ്റി വെക്കുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ആ ഉള്ളി മസാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലൊരു പച്ച ചുവയൊക്കെ മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇനി നമ്മൾ 2 പൊടികൾ മാത്രമേ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒരു 5 മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഈ മസാല നന്നായിട്ട് കോരി ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. തിരിച്ച് മറിച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് 2 കോഴി ഉണ്ട്, പക്ഷെ നമ്മുടെ ഈ പാത്രത്തിൽ 2 കോഴി ഇരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ ചിക്കനും അങ്ങനെ ആക്കി എടുക്കാൻ കേട്ടോ. ഒരു ചിക്കനാക്കി സെറ്റാക്കി ഇങ്ങനെ എടുത്തതിന് ശേഷം അടുത്ത കോഴീനെ വെച്ച് അങ്ങനെ എടുക്കുകയാണ്. നമ്മുടെ കറി സെറ്റായി. ഇനി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ സമൂസ ഉണ്ടാക്കി കേട്ടോ. സമൂസ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമൂസ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഏത്തക്കാപ്പം ഉണ്ടാക്കി. പിന്നെ നമ്മൾ ജ്യൂസായിട്ട് ഓറഞ്ചും മുസമ്മിയുടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്.